നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന് സൂചന. കാറ്റാടി ജനശക്തി കലാവേദിയുടെ ഓണാഘോഷ പരിപാടിയും സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും സെപ്റ്റംബർ 16-17 തീയതികളിൽ നടക്കും. 9ാം സാർവജനിക ശ്രീ ഗണേശോത്സവം സമാപിച്ചു. ഓസ്തുർഗ് കടപ്പുറത്ത് അറബിക്കടലിൽ ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്തു. പൂവിളികളുമായി അത്തം പിറന്നിട്ടും പൂവിപണിയിൽ മാന്ദ്യം. വില വർധനയും മഴയും മാന്ദ്യത്തിന് കാരണം. വാർത്തകൾ വിശദമായി. ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന് സൂചന. ഡീസലിന് ലിറ്ററിന് 5 രൂപ കൂട്ടാനാണ് പെട്രോളിയം മന്ത്രാലയം ആലോചിക്കുന്നത്. പാചകവാതകത്തിന്റെ വില ഘട്ടം ഘട്ടമായി 200 രൂപ ഉയർത്തണമെന്നാണ് നിർദ്ദേശം. ആദ്യഘട്ടത്തിൽ 50 രൂപയാവും ഉയർത്തുക. ഇതിന് പുറമെ മണ്ണെണ്ണ വിലയും കൂട്ടിയേക്കും. ലിറ്ററിന് 2 രൂപയായിരിക്കും കൂട്ടുക. ക്രൂഡ് ഓയിലിൻ്റെ വില താഴാനും രൂപയുടെ മൂല്യം ഉയരാനും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം തകരുകയും ചെയ്തിരുന്നു. അതുമൂലമുണ്ടായ ബാധ്യത തീർക്കാനാണ് എണ്ണ കമ്പനികളും പെട്രോളിയം മന്ത്രാലയവും ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നത്. സർക്കാരിൻ്റെ സബ്സിഡി ഭാരം ഉപഭോക്താക്കളുമായി പങ്കുവയ്ക്കേണ്ടി വരുമെന്ന് പെട്രോളിയം സെക്രട്ടറി വിവേക് റായ് പറഞ്ഞു. കാറ്റാടി ജനശക്തി കലാവേദിയുടെ ഓണാഘോഷ പരിപാടിയും സിൽവർ ജൂബിലി സമാപനവും 2013 സെപ്റ്റംബർ 16-17 തീയതികളിൽ കാറ്റാടി AKG നഗറിൽ വെച്ച് നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിൽവർ ജൂബിലി സമാപനം 2 ദിവസങ്ങളിലായി നടക്കുകയാണ്. സെപ്റ്റംബർ 16-ന് വിവിധ കലാകായിക മത്സരങ്ങൾ, വൈകിട്ട് 6 മണിക്ക് സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ കുഞ്ഞിരാമൻ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് കലാവേദി പ്രവർത്തകർ അവതരിപ്പിക്കുന്ന കലാവിരുന്നും അരങ്ങേറും. സെപ്റ്റംബർ 17-ന് വൈകുന്നേരം 3 മണിക്ക് നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്ര നടക്കും. തുടർന്ന് 6 മണിക്ക് സിൽവർ ജൂബിലി സമാപന സമ്മേളനം സഖാബ് EP ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്യും. തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് രാത്രി 9 മണിക്ക് കോഴിക്കോട് കളേഴ്സ് അവതരിപ്പിക്കുന്ന കോമഡി സ്റ്റാർസ് പരിപാടിയും നടക്കും. കാറ്റാടി കുമാരൻ, കൺവീനർ CH ബാബു, ജനശക്തി പ്രസിഡന്റ് M മനോഹരൻ, സെക്രട്ടറി അശോകൻ K എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 9ാം സാർവജനിക ശ്രീ ഗണേശോത്സവം സമാപിച്ചു. സമാപന ദിവസമായ ബുധനാഴ്ച ഗണേശ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും നടന്നു. ഇനിയൊരു ഇടവേള. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാടിത ഓണത്തെ വരവേൽക്കാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം. തിരുവോണാഘോഷം അവിസ്മരണീയമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ് ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. അമ്പലത്തറ ഫൈനാൻസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ 27 മുതൽ ഡിസംബർ 1 വരെ കേരളത്തിലെ ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന പ്രൊഫഷണൽ നാടക മത്സരത്തിൻ്റെ
ലോഗോ പ്രകാശനം കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വെച്ച് നടന്നു. അമ്പലത്തറ ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ഭൂമിയാണ്. നമ്മുടെ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട പാറപ്പള്ളി ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ തന്നെ 10,000-കണക്കിന് ഭക്തജനങ്ങൾ ഒന്നിക്കുന്ന നാർക്കുളം ഭഗവതി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഒരുപാട് ചൈതന്യവത്തായ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിൽക്കുന്ന ഒരു ഭൂമിയാണ്. വ്യത്യസ്ത മതങ്ങളിലും ജാതികളിലും പെട്ട ആളുകൾ കൂടിക്കലർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അമ്പലത്തറ. ആ അമ്പലത്തറയിൽ എല്ലാ ആളുകളെയും ഒരുമിച്ചുള്ള വലിയ ഉത്സവത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇത് അമ്പലത്തറയുടെ പഴയകാല പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ഒരു തുടക്കം എന്ന നിലയിൽ ഈ നാടകോത്സവം മാറണം. നമുക്കറിയാം, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ പരസ്പരം ഭിന്നിച്ചു നിന്ന്. സംഘാടക സമിതി ചെയർമാൻ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി പ്രവീൺ കുമാർ ലോഗോ ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ് പ്രസിഡന്റ് TK നാരായണൻ, സംഘാടക സമിതി രക്ഷാധികാരികളായ BV രമേശൻ, നാരായണൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ഇനി ഓണവിശേഷങ്ങളിലേക്ക്. കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS ഓണച്ചന്ത ആരംഭിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T കുഞ്ഞികൃഷ്ണൻ നഗരസഭാ കൗൺസിലർ M മാധവന് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T കുഞ്ഞികൃഷ്ണൻ നഗരസഭാ കൗൺസിലർ M മാധവന് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. സുശാന്ത്, പ്രദീപൻ മരക്കാപ്പ് കടപ്പുറം, അമ്പുഞ്ഞി, കരുണാകരൻ, ബേബി, മോഹനൻ എന്നീ കൗൺസിലർമാർ സന്നിഹിതരായിരുന്നു. CDS ചെയർപേഴ്സൺ പവിത്രി P സ്വാഗതവും ME കൺവീനർ രത്നാവതി നന്ദിയും പറഞ്ഞു. 2 CDSും ഓണച്ചന്ത നടത്തിവരുന്നു. ഇന്നു മുതൽ 3 ദിവസക്കാലമായി കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഓണച്ചന്ത നടത്തിവരുന്നു. കാഞ്ഞങ്ങാട് നഗരസഭ CDS സെക്കൻഡിൻ്റെ ഓണച്ചന്തയാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് രാവിലെ ആരംഭിച്ച് അടുത്ത 2 ദിവസത്തോടുകൂടി ഉത്രാടം നാളിൽ ഉച്ചവരെ ഈ പരിപാടി നടക്കുകയാണ്. പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ പച്ചക്കറി പോലുള്ള പച്ചക്കറിയും അതുപോലുള്ള മറ്റ് സാധനങ്ങളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംരംഭം ആരംഭിച്ചത്. അതിന് കുടുംബശ്രീ പ്രവർത്തകരും അതുപോലെ ഈ കാഞ്ഞങ്ങാട് നഗരസഭയിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുണ്ടാകുമെന്നാണ് തന്നെയാണ് പ്രതീക്ഷ. BSNL റിക്രിയേഷൻ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണം സമുചിതമായി ആഘോഷിച്ചു.
ഓണാഘോഷത്തോടനുബന്ധിച്ച് BSNL കാഞ്ഞങ്ങാട് ഡിവിഷൻ്റെ ഓണാശംസകൾ എല്ലാ ജീവനക്കാർക്കും അതോടൊപ്പം ഈ ഡിവിഷനിലെ എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും എൻ്റെ വിനീതമായ ഓണാശംസകൾ നേരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന് സൂചന. കാറ്റാടി ജനശക്തി കലാവേദിയുടെ ഓണാഘോഷ പരിപാടിയും സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും സെപ്റ്റംബർ 16, 17 തീയതികളിൽ നടക്കും. 9ാം സാർവജനിക ശ്രീ ഗണേശോത്സവം സമാപിച്ചു. കോസ്തുർഗ് കടപ്പുറത്ത് അറബിക്കടലിൽ ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്തു. പൂവിളികളുമായി അത്തം പിറന്നിട്ടും പൂവിപണിയിൽ മാന്ദ്യം. വില വർധനയും മഴയും മാന്ദ്യത്തിന് കാരണം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.